എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇപ്പോൾ നല്ല പെരുമഴയാണ്. ഇപ്പോൾ അല്ല കേട്ടോ, ഇന്ന് രാവിലെയൊക്കെ നല്ല പെരുമഴയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ജലദോഷമൊക്കെ പിടിച്ചു. അപ്പോൾ ചേട്ടായുടെ ലൈഫ് സ്റ്റോറി നമ്മൾ ഇന്നാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ലൈഫ് സ്റ്റോറിക്കകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാമെന്ന് പറഞ്ഞല്ലേ? അത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ വിശദീകരിച്ച് പറഞ്ഞില്ല. അപ്പം മെയിനായിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ കഥയാണ്. അതെ, ഈ വീട് പണിതതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട്. എല്ലാവരുടെയും സ്വപ്നം കേട്ടോ ഒരു വീടെന്നുള്ളത്. നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഒരു നാൾ വാടകയ്ക്കൊക്കെ താമസിച്ചിട്ടാണ് ഒരു വീട് പണിതത്. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 23 വർഷത്തെ സ്വപ്നമായിരുന്നു ഈ വീട്. അപ്പം വീടിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും ഓർമ്മയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുക്കാം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള മാത്രമായിരിക്കുമല്ലോ ഓരോരുത്തരുടെയും. അപ്പം രാജേഷിനും കുറേ കാര്യങ്ങൾ ഓർത്തിരിപ്പുണ്ടാവും, അമ്മയ്ക്ക് കാണും, പിന്നെ അതിനൊക്കെയുണ്ട്. പിന്നെ മുത്തൊക്കെ ചെറുപ്പമായിരുന്നു, മുത്തനുണ്ടായിരിക്കും, പിന്നെ പൊന്നുനുണ്ടോന്ന് നോക്കാം. പിന്നെ സൂര്യ വീട് പണി കഴിഞ്ഞാൽ വന്നേ, അതുകൊണ്ട് സൂര്യക്ക് അതിനെക്കുറിച്ച് വലിയ ഇത് കാണുകയില്ല, പണിതതിന് ശേഷമുള്ള കാര്യങ്ങളെ അറിയുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരുടെയും ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചകഞ്ഞെടുത്ത് നമുക്ക് ഒന്ന് ഒന്നുകൂടെ ഓർമ്മിക്കാം. അന്നേരം അത്രയും ബാക്കിലേക്ക് പോകുന്നു. അപ്പം വീടിൻ്റെ കഥ പറയുമ്പം ആദ്യമായിട്ട് നമ്മൾ ഈ സ്ഥലം മേടിച്ച തൊട്ട്, അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറയാം. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു, കോരിത്തോട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു 40 സെൻറ്റ് സ്ഥലവും മൺകട്ട കെട്ടിയ ഓടിട്ട വീട്. അപ്പം 87-ലാണ് കോരിത്തോട്ടിൽ നിന്നും താമസം മാറി ഇടുക്കിയിലേക്ക് പോകുന്നത്, അതായത് അഞ്ഞാറുതുള്ളിലേക്ക്, കട്ടപ്പനയ്ക്ക് അപ്പുറമുള്ള പുളിയമ്മലയും കഴിഞ്ഞിട്ടുള്ള അഞ്ഞാറുതുള്ളിലേക്ക്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കടയൊക്കെ തുടങ്ങി. കോരിത്തോട്ടിലും ഹോട്ടലായിരുന്നു, അതൊക്കെ നിർത്തി. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കടയൊന്നും ഇല്ലാതൊക്കെ നടന്നു. എനിക്കൊന്ന് 84-ലാണ് ഹോട്ടലിൽ നിർത്തിയത്. 2-3 വർഷം അല്ലാതൊക്കെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഞ്ഞാറുതുള്ളിന് വന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിലെ പരീക്ഷ ഞാൻ കോരിത്തോട്ടിൽ തന്നെ എഴുതിയിട്ട് 7ാം ക്ലാസ്സിൽ കൊണ്ട് പുളിയമ്മല സ്കൂളിൽ ചേർക്ക് ചെയ്തത്, KUP സ്കൂൾ പുളിയമ്മല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 8, 9, 10 കുഴിത്തുള്ളിൽ ദീപാവലി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ സമയത്ത് അവിടെ കട തുടങ്ങിക്കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴിങ്ങനെ കോരിത്തോട്ടിൽ നമ്മുടെ അടുത്ത് താമസിച്ച ഒരാൾക്ക് വീട് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് സംസാരിച്ചു. അപ്പോൾ ആ വീട് അങ്ങനെ കൊടുത്തു കിട്ടിയ പൈസയൊക്കെ അതെല്ലാം പുട്ടടിച്ച് തീർത്തു. പുട്ടടിച്ചല്ല, നാട്ടുകാർക്ക് കുറേ പറ്റ കൊടുത്തും അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിൽ ആ പൈസയെല്ലാം തീർന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഈ 87 തൊട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഹോട്ടലാണെങ്കിലും വീടാണെങ്കിലും എല്ലാം വാടക. സ്വന്തം എന്ന് പറയാൻ ഒരു തരി മണ്ണില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നാണ് പിന്നെ 96 ജനുവരിയിൽ, ഇപ്പോൾ 94 ഞങ്ങൾ എരുമേലിലേക്ക് പോന്നു. എരുമേലി ഹോട്ടൽ തുടങ്ങി. അന്നേരം സ്ഥലമൊന്നും മേടിച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ 94 വന്നു. 96 പപ്പായ്ക്ക് അറ്റാക്ക് ഉണ്ടായി. 96 ജനുവരി 30 പപ്പ മരിക്കുന്നു. അപ്പോൾ അന്നത്തെ ആ കഥകളെല്ലാം ലൈഫ് സ്റ്റോറി നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം അത് കേൾക്കാത്ത, അത് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ 96 ഹോട്ടലിൽ ഉണ്ടായിരുന്ന സമയത്ത് എരുമേലി വെച്ച് പപ്പ മരിക്കുകയും എനിക്ക് 20 വയസ്സേ ഉള്ളെന്ന്, രാജേഷിന് 15 വയസ്സേ ഉള്ളൂ. രാജേഷ് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ജീപ്പ് ടാക്സിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. അതിന് അന്ന് മരിച്ചു കഴിഞ്ഞപ്പം ഒരു തരി മണ്ണില്ലായിരുന്നു അടക്കം ചെയ്യാൻ പോലും. അപ്പോൾ അത് പിന്നെ പപ്പായുടെ ഒരു അച്ഛൻ്റെ ചേട്ടൻ്റെ പിന്നെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ അവിടെയാണ് അടക്കമൊക്കെ ചെയ്തത്. പിന്നെ തറവാട് വിഴിക്കത്തോട്ടിലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ വർഷങ്ങളിൽ ഇപ്പോഴാണ് അടക്കിയത്. അങ്ങനെയൊക്കെ അങ്ങനെ തീർന്നു. അപ്പം മരിച്ചെന്നും പിറ്റേ ദിവസം അടക്കി. ആയത് കഴിഞ്ഞ് 3 ദിവസം കട അടച്ചിട്ടു. 4ാമത്തെ ദിവസം ഞാൻ രാജേഷിനോട് തന്നെ തുടങ്ങി. കുറേ പണിക്കാരൊക്കെ വെച്ച് ചെയ്യുന്നായിരുന്നു. അപ്പോൾ അതങ്ങനെ 96 തൊട്ട് 98 വരെ കട നടത്തി. അത് കഴിഞ്ഞ് പിന്നെ കടയെല്ലാം വാടകയ്ക്കൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മളെ കൊണ്ട് നടത്താൻ പറ്റാതെ കച്ചവടമൊന്നും ഇല്ല വന്ന് അതങ്ങ് നിർത്തി. പിന്നെ വണ്ടി ഫീൽഡായി. അങ്ങനെ ഒന്ന് ഒക്കെയാണ്. ജീപ്പ് ഓടിച്ചാൽ അന്നും ജീപ്പ് ഉണ്ടായിരുന്നു. പപ്പ ഉണ്ടായിരുന്ന സമയത്തും കടയിൽ ഞാൻ കൂടുതലും ജീപ്പ് ഓടിച്ചോണ്ട് നടക്കായിരുന്നു ചെയ്യുന്നത്, ടാക്സി ഓടുമായിരുന്നു. പിന്നെ ആ ജീപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് നാൾ അങ്ങനെ നടന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 98 ലോറി ഫീൽഡിൽ വന്നു. പിന്നെ 98 തൊട്ട് 2003 വരെ അളിയൻ്റെ വണ്ടിയിൽ പോയി. അത് കഴിഞ്ഞ് 2003 സ്വന്തമായിട്ട് വണ്ടി എടുത്തു. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ 87 സ്ഥലം വിറ്റതിന് ശേഷം സ്വന്തം വീടെന്ന് പറയുന്നത് എരുമേലി വന്നാലും അതും വാടകയ്ക്കായിരുന്നു. അപ്പോൾ 94 ഇടിക്കുന്നത് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അപ്പയുടെ വീട് കാഞ്ഞിരപ്പള്ളി വിഴിക്കത്തോടാണ്, അമ്മയുടെ വീട് കോരിത്തോടുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ പപ്പയുടെ ആൾക്കാരുമായിട്ടൊന്നും വലിയ കണക്ഷനൊന്നുമില്ല. എനിക്കത് ആൾക്കാരെ ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. പപ്പ എല്ലാവരെയും കൊണ്ട് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പപ്പ മരിച്ചും പോയി. അല്ല, അപ്പൊ അപ്പായുടെ ചെറുപ്പത്തിലെ അപ്പായുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതാ. അതുകൊണ്ട് അപ്പായ്ക്ക് അധികം ആൾക്കാരെ ഒന്നും പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല നിങ്ങളെ. അല്ല, അത് ഉണ്ടെങ്കിലും പിന്നെ ഈ ഹോട്ടലൊക്കെ ആയിട്ട് എപ്പോഴും അങ്ങ് ചെല്ലുന്നില്ലോ, എല്ലായിടത്തും ഒന്നും പോകുന്നില്ല. പിന്നെ ഓണത്തിന് വല്ലതും വരും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ എനിക്കധികം ആൾക്കാരൊന്നും പരിചയമില്ല. പിന്നെ എന്നെ കൊണ്ടാകുന്ന എല്ലാവരെയും പരിചയപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞ് പപ്പ മരിച്ചും പോയി.
അതിനുശേഷം 2005 നമ്മൾ പിന്നെ വാടകയ്ക്കും കുറച്ച് നാൾ വണ്ടിയിലൊക്കെ ആയിട്ട് അങ്ങനെ പോയി. 2005 ഏറ്റുമാനൂർ വഴിക്ക് താമസം വരുന്നത്. അതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുക്കുകയും അത് കഴിഞ്ഞ് പിന്നെ വണ്ടി എപ്പോഴും ഓട്ടം ഇവിടുന്ന് ഏറ്റുമാനൂരിൽ നിന്ന് അല്ല ഈ സൈഡിൽ നിന്ന് കോട്ടയം സൈഡിൽ നിന്നായിരുന്നുകൊണ്ട് ഈ താമസം ഇങ്ങോട്ട് മാറാനുള്ള കാരണം എരുമേലിലും വാടകയ്ക്ക് താമസിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു വാടക വീട് ഇവിടെ എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഏറ്റുമാനൂരേക്ക് നമ്മൾ താമസം വരുന്നത്. ഇടയ്ക്കൊരു കാര്യം പറയാൻ മറന്നു, 2003 നമ്മുടെ കല്യാണം. അത് പറയാം. അപ്പോൾ 2003 കല്യാണം. അപ്പോൾ കല്യാണത്തിന് മുമ്പ് പപ്പ മരിച്ചിട്ട് ഈ കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 97 എനിക്ക് തോന്നുന്നത് എരുമേലിൽ മറ്റേ മണിപ്പുഴയ്ക്കടുത്ത് ഒരു സ്ഥലം ഒരു 15 സെൻറ്റ് പിന്നെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാലും അതിന് കുറേ ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. വീടൊന്നുമില്ല, ചുമ്മാ ഒരു പ്ലോട്ട് മേടിച്ചിട്ടായിരുന്നു. പക്ഷേ അത് അമ്മയുടെ പേരിലോ മേടിച്ചെന്ന്. അത് കഴിഞ്ഞിട്ട് അത് അതിനകത്തൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് കൃഷിയൊക്കെ ചെയ്യും, കപ്പയൊക്കെ ഇട്ട് അമ്മയുടെ കൃഷിയായിരുന്നു അതൊക്കെ. ഞാനും അച്ഛമ്മയും കൂടെ പോയിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മധുരക്കിഴങ്ങൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പോയിരുന്നു പറിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിനടുത്ത് തന്നെയായിരുന്നു ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ആയിരുന്നു താമസിക്കുക. അന്നേരമാണ് കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അന്നത്തെ കാലത്ത് കല്യാണം എല്ലാ ചിലവും കൂടെ 33,500 രൂപയായുള്ളൂ എന്ന് പറഞ്ഞാൽ താലി, മാല, ഡ്രസ്സ്, ഫോട്ടോയ്, വീഡിയോയ്, വണ്ടിക്കൂലി, കല്യാണ ചിലവ് എല്ലാം കൂടെ 33,500 രൂപ. അതിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ലോറി എടുക്കുന്നത്. അത് ഒത്തിരി കുറേ സ്വർണ്ണമെല്ലാം പണയം വെച്ചും പിന്നെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വായ്പ മേടിച്ചും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് ലോറി എടുത്താൽ കർക്കിടക മാസം 1-ാം തീയതി. അപ്പോൾ അത് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വണ്ടി എടുത്തു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ഈ വണ്ടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയും കൂടെ എടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എരുമേലിൽ വാടകയ്ക്ക് താമസിക്കുന്നതിൽ ഇച്ചിരി നല്ലത് കോട്ടയത്ത് വാടകയ്ക്ക് താമസിക്കുന്നതല്ല എന്നാ വെച്ചാൽ എന്നിട്ട് ഇവിടെ വലിയൊരു വീട് മേടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ വന്ന് 2005 ആദ്യം വന്നു മാർച്ചിൽ. അന്നേരം നമ്മൾ ഏറ്റുമാനൂരേക്ക് താമസം വന്നു. മാർച്ച് 23 എനിക്ക് തോന്നുന്നു. അപ്പോൾ നീണ്ടൂർ റോഡിൽ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് താമസം വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഞങ്ങൾ വണ്ടിയെ പോയിക്കൊണ്ട് ഞാനും പോകുന്നു, രാശും പോകുന്ന വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു വീട് വേണമല്ലോ. 87 കോരുത്തോടിലെ വീട് വിറ്റ് കഴിഞ്ഞാൽ 1 സെൻറ്റ് സ്ഥലം ഒരിടത്തുമില്ല. അപ്പം അങ്ങനെ ഓർത്തുന്ന വീട് മേടിക്കാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. അങ്ങനെ നടന്ന കൂടെയാണ് ഇപ്പോൾ ഓഫീസിരിക്കുന്ന ആ സ്ഥലം 14 സെൻറ്റ് സ്ഥലം. അതിങ്ങനെ വന്നപ്പോൾ അതിനകത്ത് കുറേ തടികളും വലിയൊരു ആഞ്ഞിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, മഹാഗണി, പിന്നെ പഴയൊരു ചെറിയൊരു ഓടിട്ട വീടും. അപ്പം ആ സ്ഥലം എന്നാൽ വലിയ വിലയില്ല, വലിയ കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് ഒരാൾ പറഞ്ഞു. എന്നാൽ പിന്നെ വീട് വെക്കാൻ എനിക്ക് അവിടെ താല്പര്യമില്ലായിരുന്നു. പിന്നെ അകത്ത് ഈ വണ്ടിയൊക്കെ ഉള്ളപ്പോൾ വേണം വണ്ടി കയറ്റിയിടും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് ഓർത്ത് അത് മേടിച്ചു. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെയും കുറേ നാൾ എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു വർഷത്തോളം സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ശരിയാ ഈ സ്ഥലം എടുക്കുന്നതിന് മുമ്പാണ് കാരിത്താസിനടുത്ത് ഒരു 12 സെൻറ്റ് സ്ഥലം. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു വീട് വെക്കാൻ ഒരു 10-25 സെൻറ്റ് സ്ഥലമെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. അപ്പോൾ അതും ആ സ്ഥലം ഇഷ്ടപ്പെട്ടപ്പോൾ മേടിച്ചു. പക്ഷേ അത് 12 സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇതെല്ലാം വണ്ടി ഉണ്ടായിരുന്ന ലോൺ തീർന്നു, ഫിനാൻസ് ഇട്ടാ കേട്ടോ, ഒരു പൈസ കൈ വെച്ചോണ്ടല്ല, എല്ലാം ലോണിലുള്ള പരിപാടിയാണ്. അപ്പം ആദ്യത്തെ വണ്ടിയുടെ ലോൺ തീർന്ന് റീഫിനാൻസ് ചെയ്തിട്ടാണ് അത് മേടിച്ചത്, ഓഫീസിൻ്റെ മേടിച്ചതും ഇതുമൊക്കെ. അപ്പം അത് മേടിച്ച് കഴിഞ്ഞിട്ടും വീടിൻ്റെ പരിപാടിയൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാൻ എനിക്കത് ഒരു 12 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു എന്നാ വെച്ചാൽ ഒരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടിരുന്നതിലും ഒക്കെ ഇടയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഈ മേടിച്ച് തന്ന അവർ തന്നെ പറഞ്ഞു കുറച്ച് പൈസ ലാഭം തരാം, വേറൊരു പാർട്ടി കൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞാൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലം അങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കി നടന്നാണ് ഈ സ്ഥലം ആദ്യം വന്ന് കാണുന്നത്. ഈ സ്ഥലം വന്ന് കാണുമ്പം ഇതിന് ഫ്രണ്ടിൽ ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, പഴയ ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ ഷീറ്റിട്ട് ഒരു ബിൽഡിങ് ഇങ്ങനെ നീളത്തിലങ്ങോട്ട്. അത് തന്നെയല്ല, അതൊരു സിനിമയ്ക്കകത്തും ഉണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോൾ അത് ഒരു സിനിമയ്ക്കകത്തുള്ളതാണ് ആ സ്ഥലം, ഈ നമ്മുടെ ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് വീട് പണിയൊക്കെ ആണെന്നിപ്പോൾ അടുത്തുള്ളവരൊക്കെ വന്ന് പറഞ്ഞു ഇവിടെ ഈ ചായക്കടയിലൊരു ഷൂട്ടിംഗ് നടന്നതാണ്, ആൾക്കൂട്ടത്തിൽ തനിയാന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലം ആദ്യം വന്ന് നോക്കുക. അപ്പോൾ ഈ സ്ഥലം 27 സെൻറ്റാണ്. അപ്പോൾ 27 സെൻറ്റ് നോക്കുമ്പം നമുക്ക് പറ്റുന്ന എമൗണ്ട് കൂടുതലാണ്. അപ്പം ഒരു വില പറഞ്ഞു. അപ്പോൾ അടുത്ത് തന്നെയുള്ള ജോസേണ്ട അന്ന് ഒരു വില പറഞ്ഞു. അപ്പോൾ ആ വില പറഞ്ഞപ്പം ഞാൻ ആലോചിച്ചിട്ട്, അപ്പോൾ നമുക്ക് കുറച്ച് അവധിയും വേണം, പൈസ വേണ്ടേ, അപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് പോയി. അപ്പം പുള്ളി ലാസ്റ്റ് ഒരു വില പറഞ്ഞായിരുന്നു. ആദ്യം ഒരു വില പറഞ്ഞു, രണ്ടാമതൊരു വില പറഞ്ഞു. അപ്പോൾ ആ വിലയ്ക്കാണ് തന്നേക്കാമെന്ന് പറഞ്ഞു. അത്
രണ്ടാമത് പിന്നെ ഞാൻ ഒരാഴ്ച ഇങ്ങനെ ആലോചിച്ച് വേറെ സ്ഥലമൊക്കെ നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഈ സ്ഥലം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അപ്പം ഇവർക്ക് ആർക്കും അഭിപ്രായമില്ല കേട്ടോ. ഞാൻ വന്ന് പറഞ്ഞാൽ ചേട്ടായി നോക്കിക്കോളാൻ പറയും. അപ്പോൾ ഇവർക്ക് ആർക്കും അഭിപ്രായമില്ല. ചേട്ടായുടെ ചോയ്സ് നല്ലതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. കൊള്ളാം അത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വന്ന് വെച്ച് സ്ഥലം ഒന്ന് ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ വിലയ്ക്കേ തരുള്ളൂ. അത് അത്ര വിലയാണേലേ തരുള്ളൂ. കുറച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞാൽ കുറച്ച് തരത്തില്ല, ആദ്യം ഞാൻ പറഞ്ഞു ആ വിലക്കാണേൽ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് കുറേ പൈസ കൂടുതൽ വേണം, ഇത്ര ഏരിയ അല്ലേ സ്ഥലം, 27 സെൻറ്റില്ലേ, അപ്പോൾ നമുക്ക് പൈസ ഇല്ല. അതൊക്കെ പിന്നെ ആലോചിച്ച് പിടിച്ച് അയക്കാലും മുന്നേ ഒന്ന് ലാസ്റ്റ് ഈ സ്ഥലം മേടിച്ചയക്കാലും. സ്ഥലം മേടിച്ച് ആധാരം എല്ലാം ചെയ്ത് പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീട് പണി തുടങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും കർക്കിടക മാസമായി. അത് കർക്കിടക മാസത്തിലാണ് വീട് പണിയും തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു ഈ കർക്കിടക മാസത്തിലാണ് പണി തുടങ്ങുന്നത് അങ്ങനെ. അപ്പം നമ്മൾ ആദ്യം വണ്ടി എടുത്തതും കർക്കിടക മാസത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ വീട് പണി തുടങ്ങി. 2007 വീട് പണി തുടങ്ങുന്നത്. 2007 കർക്കിടക മാസത്തിൽ. ഇവിടെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം മണിപ്പുഴയിലെ വീട്ടിലൊന്ന്, ചേനപ്പാടിലെ, പിന്നെ ഏറ്റുമാനൂർ വന്ന് അവിടെ ഒരു വീട്ടിൽ താമസിച്ചു. നീണ്ടൂർ റോഡില് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു വീട്ടിൽ താമസിച്ചു. അതെ, നീണ്ടൂർ റോഡിലെ രണ്ടടുത്ത്. ശരിയാ, അവിടെ രണ്ടടുത്ത് 40 ഏക്കറിൽ. ശരിയാ, അവിടെ 2 വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ താഴെ ഒരു വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വീട്ടിൽ താമസിച്ചു. ആ വീട്ടിൽ നമ്മൾ അപ്പുറത്തെ 6 നിരയുള്ള പഴയ വീട്ടിലോട്ട് കണ്ടോ, അതാ ആ വീട്ടിലോട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു ഈ താഴത്തെ വീട്ടിൽ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 8 വർഷമായപ്പോഴത്തേനും 8ാമത്തെ വീടായി നമ്മുടെ ഈ വീട്. ഒരു വർഷം ഒരു വീട്, അത്രേ ഉള്ളൂ. അതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ? പ്രശ്നമൊന്നുമല്ല. അല്ല. അപ്പോൾ അങ്ങനെ 8ാമത്തെ അതല്ല രസം. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു വീട്ടിലോട്ട്, ആ വീട്ടിൽ നിന്ന് ഞാൻ മുത്തിനെ പ്രസവത്തിന് പോയി എൻ്റെ വീട്ടിലോട്ട്. തിരിച്ച് പ്രസവം കഴിഞ്ഞ് മുത്തിനെയും കൊണ്ട് വന്നത് വേറൊരു വീട്ടിലോട്ട്. പിന്നെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പൊന്നുകുട്ടിയെ പ്രഗ്നൻ്റ് ആയിരുന്നു. ഏറ്റുമാനൂരോട്ട് പോന്നു. ഏറ്റുമാനൂർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കോരത്തോണ്ട് പ്രസവത്തിന് പോയിട്ട് പിന്നെ തിരിച്ച് ആ വീട്ടിൽ തന്നെ കേട്ടോ വന്ന്. അപ്പോൾ അങ്ങനെ 87 സ്വന്തം വീട് വിറ്റതിന് ശേഷം 2010 ഈ വീട്ടിലാണ് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അതായത് നീണ്ട 23 വർഷം വാടക വീട്ടിൽ കൂടെ ആയിരുന്നു. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു വന്നാൽ ഇപ്പം 2007 പണി തുടങ്ങി. 2007 പണി തുടങ്ങിയിട്ട് ലോണൊക്കെ എടുത്ത് SBIയുടെ ഒരു ലോണായിരുന്നു. പിന്നെ സ്ഥലം എഴുതാനും ഒക്കെ കുറേ ലോണെല്ലാം എടുത്ത് എല്ലാം ലോണായിട്ട് തന്നെയാണ് ചെയ്തത്. ആദ്യം എന്നിട്ട് പണി തുടങ്ങി, ആദ്യം കർക്കിടകത്തിൽ തുടങ്ങി, എന്നിട്ട് ആദ്യം തറ കെട്ടിയിട്ടു. അങ്ങനെ കുറച്ച് നാൾ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭിത്തി കെട്ടി, പഞ്ചവത്സര പദ്ധതി പോലെ. അതെ, അങ്ങനെ കുറച്ച് നാൾ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ വാർത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കിടന്നു. ഇങ്ങനെ ഏകദേശം 3 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. അന്നൊക്കെ മണലിന് ഭയങ്കര ഷോർട്ടേജ് ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് തന്നെ ലോറിക്ക് പോയി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കാവേരിയിലെ മണൽ, പിന്നെ ചേറ്റൂഴിയിൽ നിന്ന് ഈ കണ്ടത്തിലെ മണലുണ്ടായിരുന്നു, ആ മണൽ, അങ്ങനെ പലയിടത്തുനിന്നും വണ്ടിയും കൊണ്ട് പോയി തന്നെ മണലുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ബാക്കി പല സാധനങ്ങളും നമുക്ക് ഓടൊക്കെ നമ്മൾ മംഗലാപുരത്ത് പോയി എടുത്തു. അങ്ങനെ പിന്നെ ഇത് ഗ്രാനൈറ്റ് ബാംഗ്ലൂർ പോയി എടുത്തു. അങ്ങനെ എല്ലാം ചിലവ് ചുരുക്കി നമുക്ക് മാക്സിമം വില കുറച്ച് കിട്ടാവുന്ന അടുത്തുനിന്നൊക്കെ സാധനം കളക്ട് ചെയ്ത് അങ്ങനെയാണ് വീട് പണിത്. അതുകൊണ്ട് തന്നെ വീട് പണി അന്നത്തെ കാലത്ത് 14 ലക്ഷം രൂപ SBI ലോൺ ഉണ്ടായിരുന്നു. അപ്പം ഇന്നതിൽ കൂടെ ഉണ്ട് കേട്ടോ, SBIയിലൊന്നുമല്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ വലിയ ലോണും വലിയ ബാധ്യതയൊന്നുമില്ല അന്നത്തെ കാലത്ത്. അത് പിന്നെ ഇപ്പം ആശാരിപ്പണിയൊക്കെ ആണല്ലോ അന്നത്തെ ഇപ്പോഴത്തെ കൂലിയൊന്നുമല്ല. അന്നൊക്കെ കൂലി കുറവാണല്ലോ, ലേബർ ചാർജ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2-3 വർഷം കൊണ്ടൊക്കെ ആണെങ്കിലും വലിയ ബാധ്യതയൊന്നും ഇല്ലാത്ത വീട് വെച്ചു. ആ കൂടെ വണ്ടികളിങ്ങനെ എടുക്കുന്നു, വണ്ടിയെ പൊക്കോണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് ഇതല്ല. പിന്നെ ഏകദേശം 2007 ഈ വീട് പണിയുന്ന സമയത്ത് കൂടുതൽ സമയം ഞാൻ കുറേ ഇവിടെ നിന്ന് രാജേഷായിരുന്നു കൂടുതലും വണ്ടിയെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ നിന്നിട്ട് കുറേ പണികളെല്ലാം ചെയ്തത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ ഈ വണ്ടിയുടെ കാര്യം ഇതെല്ലാമായിട്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ ആദ്യം വെക്കുന്ന വീടായതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ, ഒക്കെ ഒരു ഇതിലങ്ങ് ചെയ്തു. ആദ്യം ഇത് ഒറ്റ നിലയായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് ഒറ്റ നിലയൊരു വീടാണ് ഇഷ്ടം, അന്നും അതെ ഇന്നും അങ്ങനെ ഇഷ്ടം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ രാജേഷും കൂടെ ഉണ്ടല്ലോ. അന്നേരം ഞാൻ പറഞ്ഞാൽ ഇന്ന് മുകളിലൂടെ വെക്കുകയാണെങ്കിൽ ഒരുമിച്ച് താമസിക്കാം, മുകളിലൊരു നിലയും കൂടെ ആക്കുകയാണെങ്കിൽ ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്താണ് പിന്നെ 2 നിലയാക്കി വെച്ചത്. ആദ്യം ഒരു നിലയ്ക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഇത്ര സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, എന്നാൽ പിന്നെ 2 നിലയാക്കി വെക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് 2 നില പണിത്.
അപ്പോൾ ഇതിനിടയ്ക്ക് എരുമേലിലൊരു 15 സെൻറ്റ് മേടിച്ചായിരുന്നല്ലോ. അത് ഈ ആദ്യത്തെ വണ്ടി എടുത്ത് പിന്നെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ തിരിച്ച് മറിച്ചൊക്കെ ആയിരുന്നു എടുത്തത്. ആ ഒരു സമയത്ത് ആ സ്ഥലം കൊടുത്തു. അത് ലാഭമൊന്നും കിട്ടിയില്ല, മേടിച്ച വിലയെക്കാട്ടി ചെറിയൊരു പൈസ ലാഭത്തിന് അങ്ങനെ അതങ്ങ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ ചെയ്യുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ വണ്ടികൾ ലോൺ തീരുന്ന വണ്ടി ലോൺ റീഫിനാൻസ് ചെയ്തും പിന്നെ ഒരു പേഴ്സണൽ ലോണ് ഇട്ടു. അങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അന്ന് നടത്തിയത്. അമ്മയുടെ ഓർമ്മയിൽ വീടിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? എൻ്റെ ഓർമ്മയിൽ എന്നെ കല്യാണം കഴിച്ചു കുടുംബ വീട്ടിലോട്ടാണ് പോയത്. കുടുംബ വീട്ടിലോട്ട് പോയി അവിടെ ഞങ്ങളൊരു 3-4 ദിവസം നിന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അമ്മായിയുടെ വീട്ടിലായിരുന്നു ഞങ്ങളൊരു 3-4 മാസം താമസിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് റാണി ആശുപത്രിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചു. ആശുപത്രി ഞാൻ ജനിച്ച കാഞ്ഞിരപ്പള്ളി. അപ്പാടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, അതിന്റെ ഭാര്യ, ഞങ്ങളിൽ രണ്ടുപേരും. അങ്ങനെ അവിടെ 1 വർഷത്തോളം താമസിച്ചു. അന്നേരത്തേനാ ഈ പുത്രനുണ്ടായേ. 1 മാസം കൊണ്ടോ? 1 മാസം കണ്ടല്ലോ, 1 വർഷം. 1 വർഷം താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കോരത്തോടിന് പോയി. അവിടെ പോയ വീടൊക്കെ മേടിച്ച് പിന്നെ വീടിന്റെ അടുത്ത് തന്നെ താമസമായി. കട തുടങ്ങി കഴിഞ്ഞല്ലേ അവിടെ വീട് മേടിച്ചേ? അല്ല, കോരത്തോട് കട തുടങ്ങി കഴിഞ്ഞല്ലേ? കട തുടങ്ങുന്നില്ല. ആണോ? ഇതിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ കറക്റ്റ്. കട തുടങ്ങുന്നില്ല അവിടെ ആ സ്ഥലവും വീടും ഒക്കെ മേടിച്ചത്. പിന്നെ അങ്ങനെ അവിടെ താമസം വീടിന്റെ അടുത്ത്. അത് കഴിഞ്ഞാണ് കട തുടങ്ങിയത്? കട തുടങ്ങിയത് 77 എങ്ങാണ്ടാ കേട്ടോ. എനിക്കൊരു 2 വയസ്സ് 2-3 വയസ്സുള്ളപ്പോഴാണ് കട 77 അതെ കട തുടങ്ങിയത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു വീടല്ലേ, വേറെ സ്ഥലമൊന്നും മേടിച്ചില്ലായിരുന്നു? ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കാര്യം അല്ലായിരുന്നു ചോദിച്ചത്. എന്നാലും കുഴപ്പമില്ല. ഈ വീടിനെ കുറിച്ചോ? ഈ വീട് നമ്മള് സ്ഥലം മേടിച്ചു, വീട് അന്നേരമൊക്കെ ഉണ്ടായ അല്ലേ? അന്നേരം നമ്മളിങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നോണ്ട് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം. പൂർത്തിയായി. അതെ. അപ്പൊ പിന്നെ ചേട്ടായും രാജേഷും കൂടെ വണ്ടിയെ പോകുമ്പോ ഞാനും അച്ഛമ്മയും തന്നെയല്ലോ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ പുറയിലാണ്, ഫ്രണ്ടിലാണ് വലിയൊരു തോട്ടം. അതൊരു ഇതായിരുന്നല്ലേ. ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് കറണ്ടും ഇല്ലായിരുന്നല്ലോ അവിടെ. പിന്നെ മണിപ്പുഴയിലെ വീട്ടിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോരത്തോണ്ട് പോയി. പിന്നെ മുത്തുണ്ടായിട്ട് പിന്നെ നമ്മൾ ജാനപ്പാട്ടിലെ വീട്ടിലോട്ടാണ്. അവിടെ 1 വയസ്സ് വരെ, മുത്തിന് 1 വയസ്സ് കഴിഞ്ഞാൽ അവിടുന്ന് പോരുന്ന. പിന്നെ അവിടുന്ന് പിന്നെ ഏറ്റുമാനൂരേക്ക് വന്നു. പിന്നെ പൊന്നിക്കുട്ടി ഉണ്ടായി, പിന്നെ ഇവിടെ ആയി. അങ്ങനെ ഏറ്റുമാനൂരുകാരായി. ഏറ്റുമാനൂർ വന്നപ്പോഴും പേടിയാ. ഇത് വീക്കരിയല്ലേ, അത് കിടന്ന് കാർച്ചാൻ കുഴിച്ചാൻ വെക്കും. നിങ്ങൾ രണ്ടുപേരും വണ്ടിയാ പോയല്ലേ, അന്നേരം പേടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പേടിയൊക്കെ മാറി. കാർച്ച് തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല, ശ്വാസം പിടിച്ച് വാവളിച്ചിങ്ങനെ ഇരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് പേടിയാവും, ആശുപത്രി എടുത്തോണ്ട് ഓടും. ഇതൊക്കെയായിരുന്നു പരിപാടി, കലാപരിപാടികള്. മുത്തിന്റെ കലാപരിപാടികളായിരുന്നു. അറിഞ്ഞോണ്ടിരിക്കുമ്പോ വേറെ കാര്യമാണോ പറയുന്നത്? ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെ കാറി ശ്വാസം വിടാതെ ഇരിക്കുക, ഞങ്ങൾ എടുത്തോണ്ട് ഓടുവാണേ. അന്നേരം ഒരു ഉമ്മ ഒന്ന് ചോദിക്കുന്നത്, ഞാൻ അവിടെ നിന്ന് ഞാൻ നോക്കട്ടെ കൊച്ചിന് എന്നാ പറ്റിയെന്ന്. കൊച്ചന്റെ കാർച്ച കേട്ട് പേടിച്ചിരിക്കും, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലേ തൊട്ട് പിന്നെ വണ്ടിപ്രാന്താ. ഞങ്ങള് പിന്നെ ഇറച്ചി മേടിക്കാൻ കടപ്പനയ്ക്ക് വിടും, കടയിലെ ആവശ്യത്തിന്. കടക്കാരന്റെ വണ്ടിയും പണിയുന്ന കണ്ട് അവിടെ നിൽക്കും. ഒരു നേരം ആകുമ്പോഴാ ഇറച്ചിയും കൊണ്ട് വരുന്നത്. അതെ, കറി വെച്ച് കൊടുക്കുന്നതാ. അല്ല, അതെന്താന്നറിയോ, അത് അന്ന് അവിടുന്ന് ബസ്സൊന്നും ഇല്ലല്ലോ. അവിടുന്ന് ഏതെങ്കിലും വണ്ടി കട്ടപ്പനയ്ക്ക് പോകുന്നുണ്ടായി, ആ വണ്ടിയല്ല പോകുന്നത്. അവിടെ ചെല്ലുമ്പോ വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടാവും, അവർ വർഷോപ്പിൽ പോകും. അതിന്റെ കൂടെ നിന്ന് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഗുണങ്ങളുണ്ടായതുകൊണ്ട് വണ്ടിപ്പണി മേടിച്ചില്ല. അവിടെ നിൽക്കും. എന്നിട്ട് ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും വരും. അല്ല, അത് ചെറുപ്പം തൊട്ടേ അച്ഛനൊക്കെ പറഞ്ഞു കേൾക്കാലോ, വണ്ടി എവിടെ പോയാലും വണ്ടി മേടിക്കുമായിരുന്നു. അത് കോരത്തോട്ടിലുള്ള പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം എന്റെ വണ്ടി ഭ്രാന്തം എന്താന്ന്. എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കുണ്ടാക്കി കളിപ്പാട്ടം മേടിക്കാൻ വേണ്ടിട്ട്. അതെല്ലാം കളിപ്പാട്ടം മേടിക്കുന്ന വേറെ ഒന്നുമില്ല, വണ്ടികളാണ് മേടിക്കുന്നത്. അതൊരു മുറി നിറച്ചുണ്ടായിരുന്നു. വണ്ടിപ്രാന്താന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ കളിപ്പാട്ടമൊന്നും എനിക്ക് തരത്തില്ലായിരുന്നു. ഞാൻ എടുക്കാൻ വന്നാൽ എന്നെ താടിക്കിട്ട് തട്ട് തരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കളിപ്പാട്ടം മേടിച്ചാൽ ഒരു സാധനം നശിപ്പിക്കത്തില്ലായിരുന്നു. ഇപ്പം ഈ പിള്ളേരെല്ലാം മേടിച്ചോണ്ട് വരുന്ന 2 ദിവസം ഇല്ല, 1 ദിവസം കഴിയുമ്പോൾ ഈ സാധനം എല്ലാം
ഓരോ സൈഡിൽ കൂടെ വലിച്ചു വീസാക്കി വെള്ളക്കള. അപ്പൊ ഞാൻ അതിനാന്ന് വെച്ചാൽ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. ഇവന്റെ കൊടുത്ത ഇവന് നശിപ്പിച്ച് കളയാൻ കൊണ്ട് കൊടുക്കുകയല്ല, അത്രേ ഉള്ളൂ. അതതിന്റെ പണ്ട് ഒരുത്തോണ്ടുണ്ടായിരുന്നപ്പോ മറ്റേ KSRTC തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ ഇത് വലിച്ചോണ്ട് അത് ഉറങ്ങുന്നുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഒരു 4 വീലം വണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല, കയറി ഇരുന്നിട്ട് വലിച്ചോണ്ട് പോകാന്ന്. വെട്ടിക്കണ്ടി ചടി. അതെ, അതാകുമ്പോ വെട്ടിക്കണ്ട്. ആലപ്പുഴ ഞങ്ങളൊരു പരിപാടിക്ക് പോയപ്പോ ഒരു ട്രാൻസ്പോർട്ട് മേടിച്ചു. KSRTC ഒരെണ്ണം മേടിച്ചോണ്ട്. പണ്ട് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ വീടിനെ കുറിച്ച് എന്തായാലും ഓർമ്മയിലുണ്ടോ? ഇതിനെ കുറിച്ച് ഞാൻ വണ്ടിയപ്പോ കൊണ്ടിരിക്കല്ലായിരുന്നു. ചേട്ടായില്ലേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. ചേട്ടായിക്ക് പറയാനുള്ള അത്ര എനിക്ക് പറയാനുണ്ടോ? ഇല്ല, എന്തായാലും നിന്റെ ഓർമ്മയിലുണ്ടല്ലോ. അല്ല, വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് ഒരഭിപ്രായം മാത്രം ഇവൻ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാന്നറിയോ? അതെ, അത് പറയണ്ട. ഞാൻ ചോദിച്ചു, ഈ വീടിനെ കുറിച്ച് നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? അന്ന് ചോദിക്കുമ്പോഴത്തേന് എന്നോട് പറയുന്നത് അത് ഞാൻ എന്നാ പറയാനാന്ന് പറഞ്ഞു. ഒരു കാര്യം, എനിക്ക് മുകളിലാണോ റൂമെന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു, അവിടെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് വെച്ചില്ല. ഇപ്പൊ നീ ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ക്ലോസിനെ പോകത്തില്ല. അവിടെ ഞാൻ പറഞ്ഞു, അത് മുറിക്കാത്ത, അത് ഇന്ത്യൻ ക്ലോസറ്റ് വെക്കാൻ പറ്റില്ല, യൂറോപ്യൻ ക്ലോസറ്റ് അതിനകത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഓർമ്മയിൽ വല്ലതും ഉണ്ടോ വീടിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് നിൽക്കുന്നത്? എന്റെ ഓർമ്മയില് ഞാൻ വീട്ടില് മൊത്തം തെന്നിയടിച്ച് വീണതേ ഓർമ്മയുള്ളൂ. ഏത് വീട്ടില്? താഴെ നമ്മൾ താമസിക്കുമ്പോ ഇവിടെ തന്നെ ശരി. ചൂളയിൽ നിരുന്നു രാത്രി വീഴുന്നു. അത് ഞാൻ തള്ളിയിട്ട അല്ല ഉറങ്ങിയിട്ട് വീഴുന്നത് അല്ല. അതെ, അമ്മ ഞാനതൊന്നും ഓർക്കുന്നില്ല. എനിക്ക് ഓർക്കുന്നുണ്ട്, എനിക്ക് അടി കിട്ടി ഓർക്കുന്നുണ്ട്. ആണോ? അത് വീടിന്റെ ഓർമ്മയല്ല, അടി കിട്ടിയ ഓർമ്മയല്ല. ചോദിച്ചാലും മറുപടി പറയാം. വീടിന്റെ അധികം തന്നെ ഓർമ്മ. ഭിത്തിയിലൊന്നും വരച്ചു വെക്കരുതെന്ന് പറഞ്ഞു കിട്ടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ വീടല്ലേ, ബാക്കിയുള്ളവരുടെ വീട് ഇത് ഭിത്തി വെക്കുമ്പോ ഇതവിടെ കൊടുക്കാനുണ്ടാന്ന് പറഞ്ഞ അടി കിട്ടിയ ഓർമ്മ. അത് വാടക വീടിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടോ 5 പിള്ളേര് വളർന്ന വീടായിരുന്നു. അന്ന് ആരും മരിച്ചിട്ടില്ല. അത് തന്നെയല്ല, ഈ നമ്മൾ 2010 കയറി താമസത്തിന്റെ സമയത്ത് അടിച്ച പെയിന്റും കാര്യങ്ങളുമാണ്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതിപ്പോൾ എത്ര 2010 പോയിട്ട് 16 വർഷമായി. അപ്പം വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമുക്ക് പുതുക്കി പണിയണം. അതൊക്കെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇനിയിപ്പം ഇതുവരെ മോഡേൺ ലുക്ക് ആക്കണം, പുറമേ അല്ല. അല്ല, എൻ്റെ ഐഡിയക്കാണ് ഞാനന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ മുത്തൻ്റെ മുന്നിൻ്റെ ഇവരുടെ ഐഡിയക്ക് വിട്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് വിട്ടു. അതെ, അത്രേ ഉള്ളൂ. ഇവർക്ക് വീട് മാറി മാറി നടന്നാലേ അറിയത്തുള്ളൂ. നമ്മളല്ലേ കൊണ്ട് നടന്നതും പാടുപെട്ടതും ഒക്കെ. ഇവർക്ക് ഓർമ്മയില്ലല്ലോ. അത് തന്നെയല്ല, എന്നറിയോ, ഇവര് ചെറുപ്പമല്ലേ, അത് കഴിഞ്ഞ് വീടായല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു വില അറിയത്തില്ല. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെറുപ്പത്തിൽ ഇത്രയും വർഷം വീടില്ല എന്നു വെച്ച് പുതിയതായിട്ടൊരു വീട് മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെയാ. അതുപോലെ ഒത്തിരി വീട് നമ്മൾ പോയി കണ്ടു. പിന്നെ വീടിന്റെ മാസികയൊക്കെ മേടിച്ച് ഒത്തിരി നോക്കുമായിരുന്നു വീട് പണിയുടെ സമയത്ത്. അങ്ങനെ പിന്നെ ഒരു വീട് ശരിക്കും ആ കോടതിപ്പടിക്ക് അടുത്ത് നല്ലൊരു വീട്, 2 നില വീട്, ഒരു 10 സെന്റ് സ്ഥലം കൂടെ വലിയ വിലയില്ലാതെ കിട്ടുമായിരുന്നു അന്നേരം. പക്ഷെ അത് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അത് മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതിന് ലോൺ ഇട്ടാലും ഒന്നും എത്തുകയല്ലായിരുന്നു. അതൊന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. 14 ലക്ഷം രൂപ അങ്ങനെ എന്തോ ഒരു എമൗണ്ടാണ്. പക്ഷെ അന്നേരം പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നതുണ്ടെങ്കിൽ കോടി കണക്കിന് രൂപയുടെ ഒരു വീടാണ്. അത്ര ഒരു വീടായിരുന്നത്. അന്ന് അവർ മൊത്തം പണി തീർക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ്. നല്ലൊരു വീടായിരുന്നു. പിന്നെ അതൊന്നും അല്ല നമുക്ക് പറഞ്ഞിരുന്ന അതാണ് ഇത്. അപ്പം ഇത് നല്ലതല്ലേ, നല്ലൊരു ടൗണുമായിട്ട് വലിയ ദൂരമില്ല, എല്ലാം ശാന്തമായ ഒരു അന്തരീക്ഷം. അങ്ങനെ ഇനിയിപ്പോൾ ഇവരുടെ ഐഡിയക്ക് പണിയട്ടെ. ഇനിയിപ്പം നിങ്ങൾ രണ്ടുകൂടെ ആലോചിച്ചിട്ട് ഇനി വേണേ കുഞ്ഞിക്കിളിയോടൊക്കെ ചോദിക്കാം. കുഞ്ഞിക്കിളിയോട് ഇപ്പൊ ചോദിക്കണ്ട. കുഞ്ഞിക്കിളിയോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് പറഞ്ഞ പോലെ ഫ്രണ്ടിലൊരു പൂന്തോട്ടം, ഒരു സ്വിമ്മിംഗ് പൂളോ ഇതൊക്കെ. എന്നാ പിന്നെ കുഞ്ഞിക്കണ്ണോട് ചോദിക്കാം. അവര് സ്വിമ്മിംഗ് പൂളെ പറയുന്നുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി, അപ്പൊ കുറച്ചുകൂടെ ഐഡിയസ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഇനി നമുക്ക് പുതുക്കി പണിയാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീട് പണിയും കഴിഞ്ഞ് കയറി താമസം ഒരു ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച കല്യാണം. അങ്ങനെ അടുത്ത ആഴ്ചയാണ് സൂര്യ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിന്റെ വീട് പണിയുടെ കാര്യങ്ങളൊന്നും സൂര്യക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ചോണ്ടിരുന്ന സമയത്തായിരുന്നു വീട് പണി നടക്കുന്നത്. വിളിക്കുമ്പോ ഈ സാധനം മേടിക്കാൻ പോവാന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മള് വീട് പണിതെല്ലാം കൂടുതലും തടി ഒരുപാട് ഉപയോഗിച്ചു. തടി കൊണ്ടാണ് കൂടുതൽ ഈ പാനലിങ്, കബോർഡ്, പിന്നെ കുറെ ഫർണിച്ചറുകൾ എല്ലാം പണിയൊക്കെ ചെയ്ത് നമ്മൾ മേടിക്കൊന്നും ചെയ്തില്ല. ഡൈനിങ് ടേബിളും കസേരയൊക്കെ എല്ലാം പണിതു, തടി മേടിച്ച് പണിതു, തേക്കിൻ്റെ. അതുകൊണ്ട് നല്ല അല്ല, ഇത്ര നാളായാലും നല്ല ഏട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇവരുടെ കാലം കൂടെ കഴിഞ്ഞാലും ആ കസേരയും സെറ്റൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അത്ര നല്ലപോലെ പണിത് വയ്ക്കുന്നത്, നല്ലപോലെ നല്ല തടിയും ഒക്കെ ഇട്ട് നല്ലപോലെ ചെയ്തത്. പിന്നെ വെട്ടുകല്ലിലാണ് വീട് പണിത്. അത് ഭയങ്കര ഒരു പാളിച്ചായിപ്പോയി. വെട്ടുകല്ലിൽ എത്ര പോരാ, മൊത്തം ചെതല.
ഇനിയിപ്പോൾ ചാല് പിടിച്ചു. ഇനിയിപ്പോൾ കബോർഡെല്ലാം പുതുക്കി പണിയണത്. അതെന്നാന്ന് വെച്ചാൽ ഈ വെട്ടുകല്ലും പിന്നെ ഇവിടെ ഈ മണ്ണ് ഇച്ചിരി വെട്ടുകല്ലിൽ പോലുള്ള ഒരു മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതൽ കയറി. ചെതൽ കുറേ കബോർഡിലും പിന്നെ അതുപോലെ ഈ ജനലുമൊക്കെ കുറച്ച് ചെതൽ നല്ല പണിയുന്നുണ്ട്. നല്ല അധ്വാനമാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് പൊളിച്ചു പണിയണം നല്ലപോലെ. വെട്ടുകല്ല് നമ്മൾ ഉപയോഗിച്ചെന്നുള്ളത് നമുക്കൊരു പാളിച്ച വന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. ആ വെട്ടുകല്ലുകൊണ്ട് ചെതലായിപ്പോയി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മണലൊക്കെ നല്ല ആയതുകൊണ്ട് ഒരു പൊട്ടൽ പോലും ഒരിടത്തും വന്നിട്ടില്ല. ആറ്റുമണലിട്ട് നല്ലപോലെ തേച്ചേക്കുന്ന ഒരിടത്തും ഒരു പ്രശ്നമില്ല. ഇടയ്ക്ക് ഈ ചെതലുള്ളതുകൊണ്ട് ചെതലിന് വേണ്ടിയിട്ട് മറ്റേ വെട്ടുകല്ല് ഭിത്തി തുളച്ച് മരുന്നൊക്കെ അടിച്ചു. പക്ഷെ അതിൽ കൂടെ ചെതൽ ഇങ്ങോട്ട് ഇറങ്ങി വരിക, അതൊന്നും ഏക്കത്തില്ല ഈ ചെതലിന്, ഏക്കുന്നില്ല. പിന്നെ ഈ വീട് പണിത കൂടെ തന്നെ ഫർണിച്ചറുകളെല്ലാം പണിതു. ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ 1-2 കട്ടിലുണ്ടായിരുന്നു, ഒരു അലമാരി ഉണ്ടായിരുന്നു, ഒരു സ്റ്റീൽ അലമാരി. ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒരു മേശ ഉണ്ടായിരുന്നില്ല, ഒരു മേശ ഉണ്ടായിരുന്നു. അത്ര ഡൈനിങ് ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് സാധാ മേശ. ഒരുപാട് സാധനങ്ങളൊക്കെ വീട്ടിൽ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പ്രാവശ്യം ഫോറസ്റ്റുകാർ വന്ന് പിടിച്ച് ഇതെല്ലാം കൊണ്ടുപോയി അവിടെ പണ്ട് ഒരു തൊട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും പോയി. പിന്നെ ഉണ്ടായിരുന്നു പറയാൻ ഒരു കട്ടിലേ അന്നേ ഉള്ളൂ. ഒരു സൈഡ് പോലും ഇല്ലാത്തൊരു കട്ടിലുണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക് കെട്ടിയ കട്ടിൽ. അത് കഴിഞ്ഞ് ഇപ്പോഴും അന്നത്തെ ഒരു കട്ടിലുണ്ട് കേട്ടോ, ഓഫീസിൽ കിടപ്പുണ്ട്. ഓഫീസിലോട്ടുണ്ട്. പ്ലാസ്റ്റിക് കെട്ടിയതെല്ലാം പോയിട്ട് അത് പിന്നെ പലകയൊക്കെ അടിച്ച് സെറ്റാക്കി ഓഫീസിൽ ഇട്ടിട്ടുണ്ട്, പഴയ ഓർമ്മയ്ക്ക് ഉണ്ടവിടെ. അത്രയും നാളും ജീപ്പാണല്ലോ ഉള്ളത്. ജീപ്പ് ഒരു കൂപ്പർ ജീപ്പായിരുന്നു ഉണ്ടായിരുന്നേ. അതിങ്ങനെ കൊണ്ടു നടന്നു. കല്യാണ സമയത്തൊക്കെ അതാ ഉള്ളത്. അത് പോയിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ജീപ്പ് അത് കഴിഞ്ഞ് നമ്മൾ 2005 മൂന്നാമത്തെ വണ്ടി എടുത്ത ലോറി, മൂന്നാമത്തെ വണ്ടി എടുത്ത സമയത്ത് ആ വണ്ടി പിന്നെ കൊടുത്തു. ഇവിടെ വന്നു ഏറ്റുമാനൂർ താമസിക്കാൻ 30,000 രൂപയ്ക്ക് കൊടുത്തേ, വെറും 30,000 രൂപ. അത് കഴിഞ്ഞ് പിന്നെ അതിന് മുമ്പ് പിന്നെ അത് ജീപ്പിൻ്റെ കാര്യം. പിന്നെ അന്നേരം ഒരു വണ്ടി ഇങ്ങനെ എടുക്കണം. എനിക്ക് ആദ്യം ഒരു ലോറി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എരുമേലിലായതുകൊണ്ട് കോട്ടയത്തിന് പോക്കുവരെ എപ്പോഴും ബസ്സിന് തന്നെ കയറി നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിക്കായിരിക്കും കോട്ടയത്ത് വരുന്നത്. അപ്പോൾ പോകുന്നതിന് അങ്ങോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം. അങ്ങനെ ഒരു ബൈക്ക് എടുത്ത് ആദ്യം, പാഷൻ പ്ലസ് ഹീറോ ഹോണ്ടയുടെ. അത് 2004 മോഡലായിരുന്നു എനിക്ക്, KL5Q 4881. ആ വണ്ടി എടുത്ത് അത് കഴിഞ്ഞിട്ട് അന്നേരം അത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് ആ വണ്ടി കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ആ വണ്ടി സുഹൃത്തിന് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ KL5Q തന്നെ 68 കഴിഞ്ഞിട്ട് വേറൊരു പിന്നെ പാഷൻ പ്ലസ് എടുത്തു. അതായിരുന്നു പിന്നെ കുറേ നാൾ അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ് കൊടുത്തു ആ വണ്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാറ് വേണമെന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ അന്നേരം ജീപ്പ് കൊടുത്തിട്ടില്ല, ജീപ്പുണ്ട്. അത് കഴിഞ്ഞ് ജീപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്നാൽ ഒരു ഒമിനി വാൻ എടുക്കാമെന്ന് ഓർത്തു. ഒമിനി ആകുമ്പം എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ എന്ന് ഓർത്ത് അന്നത്തെ ഒരു ഇതാണല്ലോ ഒമിനി വാൻ. അങ്ങനെ ഒരു വാൻ എടുത്തു. അത് KL5V 36. ആ വണ്ടിയല്ല പിന്നെ നമ്മൾ അല്ലേ, അത് നല്ലൊരു കാറിൻ്റെ ലെവലിലുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അതാദ്യം. അത് കുറേ നാൾ എങ്ങനെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അത് പിന്നെ നമ്മുടെ ഒരു കസിന് കൊടുത്തു. അപ്പോൾ ഈ ഒമിനി 2005 മോഡലായിരുന്നു. അതങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ കൊടുത്തു കഴിഞ്ഞാണ് അതിന് മുമ്പാണോന്ന് അറിയത്തില്ല സ്വിഫ്റ്റ് എടുക്കുന്നത്. അല്ല, കൊടുക്കുന്നതിന് മുമ്പാ. അപ്പോൾ ഈ ഒമിനി ഉള്ളപ്പോൾ എന്നാൽ പിന്നെ ഒരു കാർ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. എന്നിട്ട് 2007 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് നമ്മൾ അങ്ങനെ ഒരു സ്വിഫ്റ്റ് ഡീസൽ ഒരെണ്ണം എടുത്തു. ആ ഇടയ്ക്കത്തെ ഒരു ട്രെൻഡായിരുന്നു സ്വിഫ്റ്റ്. അതെ, അത് നല്ല അന്നേരം. അപ്പോൾ ഈ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കര സുഖമല്ലേ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 2007 എടുത്ത വണ്ടിയാണ്. അതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, ഒരു 19 വർഷമായി. അപ്പം ഒമിനി ഇടയ്ക്ക് കൊടുത്തു. ബാക്കി പിന്നെ ഇങ്ങോട്ട് എടുത്ത വണ്ടിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ഒന്നും കൊടുത്തില്ല. ലോറികളെ കൊടുത്തുള്ളൂ, കാറുകളെല്ലാം കയ്യിലുണ്ട്. ബുള്ളറ്റ് എടുത്തായിരുന്നു നമ്മളെന്തായാലും. ബുള്ളറ്റ് വേറൊരെണ്ണം എടുത്തായിരുന്നു, അത് രസമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സ്ഥലം നോക്കി പോകുന്ന സമയത്ത്, ഈ സ്ഥലം എടുത്ത സമയത്താണോ അതിന് മുമ്പാണോ എന്നറിയത്തില്ല, ഒരു വീട്ടിൽ ചെന്നേ, ഈ അവിടെ പേരൂരാണുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ, അവിടെ പ്രായമുള്ള ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം സ്ഥലത്തിൻ്റെ ഒരു കാര്യമൊക്കെ പറഞ്ഞേച്ച് പുള്ളി അവിടെ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ കൂടെ വന്ന ബ്രോക്കർ ചോദിച്ചു, ചേട്ടാ ഇത് കൊടുക്കുമെന്ന് ചോദിച്ചു. KL5L 385 ബുള്ളറ്റിൻ്റെ നമ്പർ. KL5L 385 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്, പഴയ 2000 മോഡൽ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 20,000 രൂപ കിട്ടുകയാണെ 20,000 രൂപയ്ക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മകനം കണ്ട് പുള്ളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. പ്രായമായിട്ട് പുള്ളി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വേറെ ആരുമില്ല, എല്ലാവരും വെളിയിലൊക്കെയാണ്.
അപ്പോൾ 20,000 രൂപ പറഞ്ഞു. എന്നാൽ എടുത്തേക്കാന്ന് വെച്ച് അന്നല്ല പിറ്റേ ദിവസം അങ്ങോട്ട് പൈസ കൊടുത്ത് ബുള്ളറ്റ് എടുത്തു. പിന്നെ അതും കൊണ്ട് കുറച്ച് നാൾ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്നൊന്നും ബുള്ളറ്റിന് വലിയ ഡിമാൻഡില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഡിമാൻഡായി ബുള്ളറ്റിന്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നേ അത് കൊടുത്തു. അതെൻ്റെ 40,000 രൂപയ്ക്ക് അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എന്നാൽ ബുള്ളറ്റ് ഇടും പുതിയത് എടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ 2008 8/8/2008 പുതിയ ആ ബുള്ളറ്റ് എടുത്ത ഡേറ്റ് അതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ കോട്ടയത്ത് നോക്കിയിട്ട് കോട്ടയത്തൊന്നും കിട്ടിയില്ല. തിരുവല്ലയിലായിരുന്നു എൻ്റെ ഡീലർഷിപ്പുള്ളത്. ഞാൻ പോയി തിരുവല്ലയിൽ പോയി ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്ന് പോകുന്നപ്പോൾ മഴ നനഞ്ഞാണ് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ ആ വണ്ടി ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കാൻ തോന്നുന്നില്ല ഇനിയിപ്പോൾ. അവിടെ ഞാൻ കൊടുക്കുന്നുമില്ല. എടുത്ത് നോക്കണേ രണ്ടുപേരും എന്നാ വെയിറ്റ് ആയിന്. അത് വല്ലപ്പോഴൊക്കെ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ അതിനൊരു സമയമില്ല. ഇനിയിപ്പോൾ വേറൊരു കുഴപ്പമുണ്ട്. ഈ ഇതിട്ടേക്കുന്നതുകൊണ്ട് സ്റ്റെൻഡ് ഇട്ടേക്കുന്നതുകൊണ്ട് ബുള്ളറ്റിന് വലിയ പവർ കൊടുത്ത് കിക്കറടിക്കാൻ പറ്റുകയില്ല. വേറെ ബുള്ളറ്റ് മേടിക്കേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല എന്ന് വെച്ചാൽ ചില സമയത്ത് ഈ എടുക്കാതിരിക്കുന്നതുകൊണ്ട് ചില സമയത്ത് കൂടുതൽ കിക്കറടിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമാണ്. അന്ന് ചെന്നിട്ട് ഒരാഴ്ച പോലെ അതിന് ബുള്ളറ്റ് എടുത്തോണ്ട് പോവാ ഞാൻ നോക്കിയപ്പം. എന്നിട്ട് എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, മിണ്ടിയില്ല. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു ഇവിടെ പോലെ തോന്നി. പിന്നെ ബുള്ളറ്റാൽ ഇവിടുന്ന് പോയാലും കൂടി വേണം ഓഫീസിൽ വരെ പോകും. ഇനി അത്യാവശ്യം ഉണ്ട് അമ്പലത്തിൻ്റെ വരെ പോകും, അല്ലാതെ വേറെ ഇടത്തോട്ടും പോകത്തില്ല. പക്ഷെ ഇപ്പം എല്ലാവർക്കും ബുള്ളറ്റ് ഒരു വികാരമാണ്. അതെ, പഴയ വണ്ടികൾ. അതെ, അതാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അല്ലെങ്കിലും കൊടുക്കുന്നില്ല, ഇരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ സ്വിഫ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലെ ആവശ്യത്തിനൊരു ബൈക്ക് ഒരെണ്ണം മേടിച്ചു. അതിപ്പോഴും ഉണ്ട്, അതായിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ 2010-11 ആയപ്പം വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ കാർ ഒരു 4 വർഷമായല്ലോ. അന്നേരം നമ്മൾ ഇന്നോവ എടുക്കുന്നത് 2011 മോഡൽ. അതും ഇപ്പോഴും ഉണ്ട്. അതാണ് രാജേഷ് കൊണ്ട് നടക്കുന്നത്. ആ ഇന്നോവ. എന്നിട്ട് ഈ കുഞ്ഞിക്കണ്ണൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ കൂടുതലും ഇന്നോവയിലാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഇന്നോവ വരുന്നതുകൊണ്ടാണ് ഇന്നോച്ച എന്ന് ഇവർ വിളിക്കുന്നത്. ഇപ്പോൾ തന്നെ കുഞ്ഞിക്കണ്ണ പേരിട്ടത്. ഇന്നോവ വരുന്ന അച്ഛ ഇന്നോച്ച, അത്രേ ഉള്ളൂ. അതാ ഇപ്പം ദാമിക്കുട്ടിയും തുറന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിക്കളിയും ദാമിക്കുട്ടിയൊക്കെ ഇന്നോച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നോവ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻഡോവർ എടുത്തു, പിന്നെ ഒരു ഡസ്റ്റർ എടുത്തു. അപ്പോൾ ഡസ്റ്റർ ഓട്ടോമാറ്റിക് ചുമ്മാ അവിടെ പോയി ഇങ്ങനെ കണ്ടപ്പം എടുത്തു. അങ്ങനെ അതെല്ലാം നല്ലപോലെ ഓടി. എല്ലാ വണ്ടിയും ഇന്നോവ 3 ലക്ഷം കിലോമീറ്റർ മുകളിലായി, ഡസ്റ്റർ 260 ഉണ്ടായി, സ്വിഫ്റ്റ് 3.5 ലക്ഷം കിലോമീറ്ററായി. എല്ലാം ലക്ഷം കിലോമീറ്ററുകൾ കടന്ന വണ്ടികളാണ്. എന്തോരം ഓടിച്ചല്ലേ. പിന്നെ സ്വിഫ്റ്റൊക്കെ നമ്മളിപ്പോൾ കൊടുത്താലും വലിയ വിലയൊന്നും കിട്ടുകയില്ല. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇത്ര ആൾക്കാർ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരല്ലേ. ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത്യാവശ്യം പോകാമല്ലോ. അപ്പോൾ ഇപ്പോൾ സൂര്യ ആണെങ്കിലും തന്നെ വണ്ടി കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി കൊടുത്തിട്ടും വലിയ അധികം പൈസ ഒന്നും കിട്ടാനൊന്നുമില്ല. സൂര്യ ഇപ്പോൾ കൂടുതൽ അതുകൊണ്ട് ഓഫീസിൽ പോകും, സ്വിഫ്റ്റും കൊണ്ടാണ് കൂടുതലും പോകുന്നത്. വണ്ടികളുടെയൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം, എപ്പോഴേലും ഒരു സമയത്ത് എല്ലാ വണ്ടിയും കൂടെയൊക്കെ കാണിച്ചിട്ട്. പിന്നെ ഇപ്പം അങ്ങനെ വന്നാണ് തോക്കുമാരൻ്റെ വണ്ടി എടുത്തു. പിന്നെ അടുത്ത 2ാമത്തെ ആൾ ഇതേ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുക. കുഞ്ഞു വീട്. അതെ, സഞ്ചരിക്കുന്ന വീട്, നമ്മുടെ കാരവണ്ടി. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് പിന്നെ വണ്ടിയുടേതായിട്ട് പിന്നെ ഒരു വീഡിയോ എടുക്കാം. ഈ ഒരു ആട്ടുകട്ടിൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മൾ തടി മേടിച്ച് പണിയിപ്പിച്ചതാണ്. നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ ഈ ഊഞ്ഞാൽ കാണിക്കുമ്പോഴേ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ എവിടെ നിന്ന് മേടിച്ചാന്നൊക്കെ. ഇതും നമ്മൾ ഇരുന്ന 2 ചെയറില്ലേ, കസേര, പഴയ മോഡൽ, അതും കട്ടപ്പനയുള്ള ഒരാൾ പണിതാണ്. നമ്മളൊരു സുഹൃത്താണ്. ഇവിടെ വന്ന് കുറേ നാൾ കുറേ പിന്നെ വർക്കിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ ഈ പിന്നെ കട്ടളയും ജനലും ഈ ഡോറുകളും സെറ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കോരിത്തോട്ടിലുള്ള ആൾ പറഞ്ഞതാണ്. അത് പറയുമ്പം പപ്പായെ തൊട്ട് അറിയാവുന്ന ആൾക്കാരായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അവർ പണിതാ ബാക്കിയില്ല, വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ഇതല്ല, ഈ സ്റ്റെയറിൻ്റെ ഇത് അങ്ങനെയുള്ള ഈ കബോർഡ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതെല്ലാം അവർ പണിതാം. നമ്മുടെ മുകളിലത്തെ അതല്ലാതെ കോരത്തോട്ടിലെ വീടിനടുത്തുള്ള അക്കുലിച്ചേട്ടൻ പണിതായത്. ഞങ്ങൾ അക്കുലിച്ചേട്ടാന്ന് വിളിക്കുന്നത്. ഒറിജിനൽ പേര് എനിക്ക് അറിയത്തില്ല, പറഞ്ഞ പോലെ ഞാനും ഓർക്കുന്നില്ല. പിന്നെ ഈ പുള്ളിയുടെ ചേട്ടന്മാരെ എല്ലാം എനിക്കറിയാം. മണിച്ചേട്ടനെ, ശശിചേട്ടനെ ഒക്കെ പണ്ട് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലുള്ള ഫർണിച്ചർ പണിയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിലെ തൊട്ട്, ഇപ്പോൾ ദാമിയുടെ ഒക്കെ അത്ര ഉള്ളപ്പോൾ തൊട്ട് എനിക്കറിയാവുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം വീട് പണി ആയപ്പോൾ ഇങ്ങനെ അവർ വിളിച്ച് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചത്. പിന്നെ ഇത് പണിത് നമ്മുടെ കട്ടപ്പനയുള്ള കുമരമ്പട്ടിലുള്ള സുനി എന്ന് പറഞ്ഞ ആളാണ്. സുനി നമ്മളെ ഒരു സുഹൃത്താണ്. പിന്നെ കുറേ അത് 2ാമത് പിന്നെ കുറേ പണി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയെ വന്ന് ഇവിടെ കുറേ പണികൾ ചെയ്ത് അത് കഴിഞ്ഞ്.
എല്ലാവരും ഇവിടെ വന്ന് നിന്ന് പണിതാ. അതെ, ഇവിടെ ഇന്ന് പണിയും ഓഫീസിൽ പോയി സ്റ്റേ ചെയ്യും. പിന്നെ എന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഈ പണി കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലൊന്നും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട്ടിൽ പോകും. അങ്ങനെ ആയിരുന്നു. നമ്മുടെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെ അതുപോലെയുള്ള ആൾക്കാരെ എല്ലാവരും. ഈ ഡൈനിങ് ടേബിൾ ഇതൊന്ന് മാറ്റിയിടണമെങ്കിൽ 4 പേര് പിടിക്കണം. 4 പേര് പിടിച്ചാലും മാറ്റിയിടണം, ഇച്ചിരി പാടാ. അത്ര വെയിറ്റ് ആയി, ഗ്രാനൈറ്റിന്റെ വെയിറ്റ് കൂടെ വന്നേക്കുന്നുണ്ട്. തടി നല്ല അടിപൊളിയായിട്ട് അത് പണിതേക്കുന്നത്, നല്ല കട്ടിയുള്ളതായിരിക്കും കണ്ടോ. പിന്നെ ഇതുണ്ട്, ഈ കസേരയൊക്കെ ഉണ്ടോ, ഇതൊക്കെ മുത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് മുത്തിൻ്റെ പിള്ളേരുടെ കാലം കഴിഞ്ഞാലും ഈ സാധനം പോകത്തില്ല, ഇതുപോലെ തന്നെ ആയിരിക്കും. സ്ട്രോങ്ങാ. ഇത് അന്ന് രണ്ടാമത് പോളിഷ് ചെയ്തോ? ഇല്ലെന്ന് തോന്നുന്നു. രണ്ടാമത് പോളിഷ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും കണ്ടോ നല്ല ഇതായിട്ടായിരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ചില മേടിച്ചിടുന്നതിന് ചിലപ്പോൾ ഇത്ര ഒരു ലൈഫ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഓർത്തിട്ട് എല്ലാ ഫർണിച്ചറുകളും അങ്ങനെ പണിയിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ഈ ഡോറ്, ഇതൊക്കെ ഞാനിവിടെ കണ്ടിട്ട് എൻ്റെ ഒരു ഐഡിയയ്ക്ക് പറഞ്ഞ് പണിതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഐഡിയ പറയുമ്പോൾ അതിൽ ഇച്ചിരൂടെ നല്ലപോലെ അക്രിച്ചേട്ടൻ പണിത സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു ആർക്കിടെക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരാളൊരു പ്ലാൻ വരച്ച് തന്നു, അത് വെച്ചിട്ട് വീട് പണിതു. ബാക്കിയെല്ലാം നമുക്ക് ആദ്യം വീട് പണിയായിരുന്നു പറഞ്ഞാലും നമ്മുടെ ഒരു ഐഡിയയ്ക്ക് തോന്നുന്ന പോലൊക്കെ അങ്ങനെ ചെയ്തതാണ് ഈ വീട് മൊത്തം. ഇനിയൊരു വീടൂടെ പണിയാണ് ഇതിൽ വെച്ചുകൂടെ അടിപൊളിയായിട്ട് പണി ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ആദ്യം പണിത വീടായതുകൊണ്ട് എപ്പോഴും കുറച്ചൊക്കെ പോരായ്മകൾ ഒരുപാടുണ്ട്. എന്നാലും ആദ്യത്തെ വീട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്, ഈ സ്ഥലവും. അതെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ വീടുണ്ടായത്.